സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വെട്ടിക്കുറച്ച് സംസ്ഥാന സർക്കാർ. ജോസഫ് മുണ്ടശ്ശേരി, APJ അബ്ദുൽ കലാം, മദർ തെരേസ സ്കോളർഷിപ്പുകൾ ഉൾപ്പെടെ 9 ന്യൂനപക്ഷ സ്കോളർഷിപ്പുകളുടെ ഫണ്ട് പകുതിയായാണ് കുറച്ചത്. ന്യൂനപക്ഷ ക്ഷേമ പദ്ധതി നടത്തിപ്പും ഇഴഞ്ഞു നീങ്ങുകയാണ്. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. സ്കൂൾ തലം മുതൽ PG വരെയുള്ള ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ്, നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് 15,000 രൂപ ലഭിക്കുന്ന മദർ തെരേസ സ്കോളർഷിപ്പ്, CICW വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് തുടങ്ങി 9 പദ്ധതികളുടെ ഫണ്ടാണ് 50% വെട്ടിക്കുറച്ചത്. വിദേശത്ത് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ധനസഹായവും സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനം നടത്തുന്നവർക്ക് 30,000 രൂപ ലഭിക്കുന്ന പദ്ധതിയും വെട്ടിക്കുറച്ചവയിൽപ്പെടും. സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് ന്യൂനപക്ഷ പദ്ധതികൾ വെട്ടിക്കുറയ്ക്കുന്നതെന്നാണ് സർക്കാർ നൽകുന്ന വിശദീകരണം. സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ ആദ്യം കൈവയ്ക്കേണ്ടത് പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പിലാണോ എന്ന ചോദ്യം പ്രസക്തമാണ്. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് നടക്കുന്ന പദ്ധതികളുടെ നിർവഹണവും ഇഴഞ്ഞാണ് നീങ്ങുന്നത്. ആസൂത്രണ കമ്മീഷന്റെ കണക്ക് പ്രകാരം ഇതുവരെ ഈ ഇനത്തിൽ 2.69% മാത്രമേ ചിലവഴിച്ചിട്ടുള്ളൂ. ക്രിസ്ത്യൻ, മുസ്ലിം അടക്കം ന്യൂനപക്ഷ വിഭാഗത്തിലെ 2 ലക്ഷത്തോളം വിദ്യാർത്ഥികൾക്ക് ലഭിക്കാനുള്ള സ്കോളർഷിപ്പ് നടത്തിപ്പാണ് ഇതോടെ അനിശ്ചിതത്തിലായത്. അപേക്ഷ അംഗീകരിക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പോലും സ്കോളർഷിപ്പ് ലഭിക്കാത്ത അവസ്ഥ വലിയ പ്രത്യാഘാതങ്ങൾക്ക് ഇടവരുത്തുമെന്ന് ഉറപ്പ്. നിതിൻ ഗോപിക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ വൺ, കോഴിക്കോട്.